പരാമർശിച്ച ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ കാണാൻ സാധിച്ച ഒരാളാണ് ഞാൻ. ഒരു നൻപകൽ നേരത്തെ ഒരു മയക്കത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഹാളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന, ഇങ്ങോട്ട് കടന്നു വരാൻ പോലും പാനലിസ്റ്റുകൾക്ക് പ്രയാസം നേരിട്ട തരത്തിൽ തിങ്ങി നിറഞ്ഞ മനുഷ്യരുടെ ഒരു വലിയ പ്രതികരണമാണ് ഈ ഒരു പാനൽ ഡിസ്കഷനെ ശ്രദ്ധേയമാക്കുന്നത്. എൻ്റെ ജില്ലയിലെ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഇതിനകത്തിരിക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള ലൈബ്രറി പ്രസ്ഥാനത്തെ നയിക്കുന്നവർ, ലൈബ്രറിയന്മാർ, ലൈബ്രറി ഗ്രന്ഥശാല പ്രവർത്തകർ, അവരുടെ ഒരു ക്രീമാണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്ത്, അതുപോലെ ശ്രീ CS വെങ്കടേഷനും ശ്രീ ജൻസനും ഒക്കെ ഇവിടെ മുന്നോട്ട് വെച്ചത് ഗ്രന്ഥപ്പുരകളെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ വായനശാലകളെന്ന് പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ലൈബ്രറികൾ ഒരു ന്യൂ ഏജ് ലൈബ്രറികളായി എങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള എന്തെല്ലാം ആക്ടിവിറ്റീസ് നമുക്ക് കൊണ്ടുപോകേണ്ടതായി വരും എന്നാണ് ഈ ഡിസ്കഷനിൽ ഇവിടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി. നമ്മൾ കേവലം പുസ്തകത്തിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമല്ല, മാറുന്ന ഒരു കാലത്ത് മാറുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ അതിവേഗം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ ഒരു പ്രയോഗത്തിൻ്റെ പ്രസക്തമായ ഒരു കാലത്ത് എങ്ങനെയാണ് നമ്മളുടെ ലൈബ്രറികളെ നമ്മൾ അതിനനുസരിച്ച് പാകപ്പെടുത്തുകയും പരുവപ്പെടുത്തുകയും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഡിസ്കഷനിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ നമ്മൾ ആർക്കൈവിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. നമ്മുടെ ഒരു ട്രഷർ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ചെന്നൈയിൽ പ്രസാദ് ലാബിൽ പോയിരുന്നിട്ട് ഈ ഒരു ഡിജിറ്റൽ റെസ്റ്റോറേഷൻ്റെ ഒരു പ്രോസസ്സ് ഒരു ദിവസം മുഴുവൻ അവരുടെ ലാബിൽ പല ഘട്ടങ്ങളിൽ ഇരുന്ന് കണ്ട ആളാണ്. എത്ര ശ്രമകരവും ശ്രദ്ധാപൂർവവും ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അതെന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പൊടിയും പൊട്ടും വരയും കുറിയും ചിലയിടങ്ങളിൽ ദൃശ്യങ്ങളില്ലാതെ മാഞ്ഞു പോയതിനെ എല്ലാം അത് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സിനെ കാണുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കളിക്കാനായിട്ട് നമ്മൾ സൂക്ഷിച്ചു കൊണ്ട് കിടന്ന വെട്ടിയെടുത്ത ഫിലിമിൻ്റെ തുണ്ടുകൾ യഥാർത്ഥത്തിൽ ഒരു വലിയ നിധിയുടെ ഭാഗങ്ങളായിരുന്നു എന്നും അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്ത ഫീലിംഗ് ആ ഒരു മൊമെൻറ്റിൽ എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ നാട്ടിലെ ശാന്ത ടോക്കീസ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ നടത്തിയിരുന്ന സിനിമാശാല അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ വേണ്ടാതെ കൂട്ടിയിട്ട സാധനങ്ങളിൽ ഇങ്ങനെ തുരുമ്പ് പിടിച്ച ഒരുപാട് പെട്ടികൾ കിടപ്പുണ്ടായിരുന്നു. ആർക്കും വേണ്ടാതെ ആരോ എടുത്തുകൊണ്ടുപോയി ഒരുപക്ഷെ ആക്രി കച്ചവടക്കാരിലേക്ക് പോയിട്ടുണ്ടായിട്ടുള്ള ആ ട്രഷർ എന്ന് പറയുന്നത് ഒരുപക്ഷെ രഞ്ജിത്ത് സാറിനൊക്കെ നന്നായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റും. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഡ്യൂസറിൻ്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അത് യു ആർ ആസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് ഫിലിം എന്നാണ്. നിങ്ങളുടെ സിനിമ ഓടിയോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഓടിയിട്ടുണ്ടാവുമെങ്കിൽ അത് പല കൈമറിഞ്ഞ് എവിടെയെങ്കിലും ഓടാത്തത് എവിടെയെങ്കിലും ഒരിടത്തൊരു ഷെഡിൽ ഉപേക്ഷിപ്പിക്കേണ്ട നിലയിൽ പോയിട്ടുണ്ടാവുക. ഏതെങ്കിലുമൊക്കെ ഫിലിം റെപ്രസെൻറ്റേറ്റീവിൻ്റെ ആ കാലഘട്ടത്തിൽ അവരുടെ യാത്രകളിൽ, അനന്തമായ യാത്രകളിൽ എവിടെയൊക്കെയോ വീണുപോയ, ഉപേക്ഷിപ്പിക്കപ്പെട്ടു പോയ, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ചരിത്രത്തെ റിക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിശ്രമങ്ങൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വോളണ്ടറിയായി ഞങ്ങളിപ്പോൾ പറഞ്ഞ കഴിഞ്ഞ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ച തമ്പ്, കുമ്മാട്ടി എന്നൊക്കെ പറയുന്ന ചലച്ചിത്രങ്ങൾ കാനിലടക്കം വേൾഡ് ക്ലാസിക്കിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ, അത് മലയാളത്തിൽ ലഭിക്കുന്ന ഒരു അംഗീകാരമായി പ്രദർശിക്കപ്പെടുമ്പോൾ, ഇതെല്ലാം മറ്റൊരു കൂട്ടായ്മ, ഒരു ഗവൺമെൻറ് ഇതര കൂട്ടായ്മയിൽ നിന്ന് പല താല്പര്യങ്ങളാൽ സംഭവിക്കുന്ന അത്തരത്തിലുള്ള ഈ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ എങ്ങനെ അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ള പരിശോധനകൾ നമ്മൾ നടത്തുമ്പോൾ ഒരു പെൻഡിങ് ആയി നിന്ന ഒരു പ്രോജക്റ്റ്, അതിൻ്റെ കാരണം ഒരുപക്ഷെ ഈ റിസ്റ്റോറേഷൻ നമ്മുടെ കയ്യിലില്ലാത്ത ഫണ്ടിൻ്റെ അപര്യാപ്തതയാവും. അപ്പോൾ അങ്ങനെ ഒരു ഫയൽ ഞാനും
ഇവിടെ ഡെപ്യൂട്ടി ഡയറക്ടർ നമ്മുടെ സജീഷ് ഇരിപ്പുണ്ട്. ഞങ്ങളത് ചർച്ച ചെയ്തതിന് ശേഷം ചെയർമാനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഫണ്ടൊക്കെ നമുക്ക് കണ്ടെത്താൻ പരിശ്രമിക്കാം, നിങ്ങളതുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ ഒരു 19 സിനിമകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായി ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്തുകൊണ്ട് ആ ചിത്രങ്ങളുടെ ഒരു ഡിജിറ്റൽ റെസ്റ്റോറേഷന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുകയാണ്. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന നീക്കം. അപ്പോൾ അതുപോലെ ഉള്ള പ്രവർത്തനങ്ങൾ, അപ്പോൾ ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വെർച്വൽ ലോകത്ത് നിന്നുകൊണ്ട് സിനിമകളുടെ പ്രദർശനത്തിനും അതുപോലെ തന്നെ സിനിമകളുടെ പ്രദർശനത്തിനുള്ള സാധ്യതകൾ, സൂക്ഷിപ്പിനുള്ള സാധ്യതകൾ എങ്ങനെ ലോക്കലി നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നമ്മുടെ നാട്ടിൽ എത്രയോ ഈ പറഞ്ഞ വളരെ വിലപ്പെട്ട പരവൂരിലുള്ള അറിയാം ബിജു നട്ര എന്ന് പറഞ്ഞ ഒരാളുടെ കൈവശം അയാൾ കാക്കനാടനെ കുറിച്ച് പണ്ടെടുത്ത, NN പിള്ളയെ കുറിച്ച് വളരെ പണ്ടെടുത്ത നെഗറ്റീവ് പോലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചത് പിന്നീട് അത് KSFDCയിൽ നിന്ന് എടുത്തുകൊണ്ട് അത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നു. അങ്ങനെ ലോക്കലി നമ്മുടെ ഇടയിൽ തന്നെ ഇത്തരം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ പല കാലങ്ങളിൽ നടത്തിയിട്ടുള്ള മൺമറഞ്ഞു പോയ ആളുകളെക്കുറിച്ച് ഇപ്പോൾ പ്രവർത്തന രംഗത്ത് ഇല്ലാത്ത ആളുകൾ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു പ്രവർത്തനത്തിന് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് നമ്മുടെ ലൈബ്രറികളിൽ തന്നെയാണ്. അങ്ങനെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ, അങ്ങനെ ഓരോ ലോക്കലി നമുക്ക് കിട്ടാൻ കഴിയുന്ന അത്യപൂർവമായ കണ്ടന്റുകളുടെ ശേഖരം അതൊരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന, ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ചലച്ചിത്ര അക്കാദമിയിൽ സിഫ്ര എന്ന് പറയുന്ന സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ ഫിലിം റിസർച്ച് ആൻഡ് ആർക്കൈവ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മളവിടെ ആരംഭിച്ചതോടുകൂടി ഇന്ന് നമ്മൾ കണ്ടെത്തിയെടുക്കുന്ന, നമ്മൾ ആളുകളെ സമീപിച്ചുകൊണ്ട് അവരുടെയൊക്കെ വ്യക്തിപരമായ ഒരു ഹോബി എന്നൊക്കെ നമ്മൾ പറയുന്ന പഴയ കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഫിലിം മാഗസിനുകളുടെ ശേഖരം സ്വന്തം വീട്ടിൽ സൂക്ഷിക്കുന്ന മനുഷ്യർ, ജീവിതത്തിൽ അവർ ഇന്നോളം കണ്ടിട്ടുള്ള സിനിമകളുടെ പോസ്റ്ററുകൾ, അതിൻ്റെ പരസ്യ നോട്ടീസുകൾ ഒരിക്കൽ പോലും കളയാൻ മനസ്സ് വരാതെ അടുക്കി അടുക്കി സൂക്ഷിച്ചിട്ടുള്ള മനുഷ്യർ, പോസ്റ്ററുകൾ സൂക്ഷിച്ചിട്ടുള്ള ആളുകൾ, ഇന്ന് വരെ ജീവിതത്തിൽ ഒരു സിനിമാ തിയേറ്ററിൽ പോയി കണ്ട സിനിമയുടെ ടിക്കറ്റുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മനുഷ്യർ, അവരെ നമ്മൾ അപ്രോച്ച് ചെയ്ത് അവരോട് സംസാരിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വളരെ മൂല്യവത്തായ, മൂല്യം കണക്കാക്കാൻ പോലും കഴിയാത്തതിന് ഒരുപക്ഷെ ചിലപ്പോൾ സമ്പത്ത് കൊടുത്തിട്ടായിരിക്കും നമ്മൾ എടുക്കുക, നമ്മളത് ശേഖരിച്ച് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ചരിത്രത്തിനെ നമ്മൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ പരിശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ജനകീയ കൂട്ടായ്മയോടുകൂടി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്ന നമ്മൾ ഈ കാണുന്ന ന്യൂ ഏജ് ലൈബ്രറി മൂവ്മെൻറ്റിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിയുന്ന ബോധപൂർവമായ പരിശ്രമങ്ങൾ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഭരണകൂടങ്ങളുടെ ഒരു തകർച്ച ഈ ലോകത്തിന് സമ്മാനിച്ചത് നിരാശാഭരിതമായ ചിന്തകൾ മാത്രമായിരുന്നു. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ, മാനവികതയുടെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലമായിരുന്നു ആ 90 എന്ന് പറയുന്നത്. അതൊരു ഒരു ഒരു ബെഞ്ച് മാർക്ക് പീരീഡായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ഈ ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നടപടികളുമായിട്ട് ഗവൺമെൻറ്റുകൾ അന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ ഒഴുക്കിനെതിരെ നീന്തിയ നാടാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റേത്. കാരണം അന്ന് ഞാൻ ഈ പറഞ്ഞ കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനം 1991 ഇവിടെ നിന്ന് അധികം ദൂരെയല്ലാത്ത ഈ ചത്വരത്തിൽ ചേലക്കോടൻ ഐഷ ഈ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ കേരളം ഒരു പുതിയ ചരിത്രം രചിക്കുകയായിരുന്നു. അതേ കാലഘട്ടം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ഈ നിരാശാഭരിതമായ ഒരു കാലത്ത് എന്തെന്ന് പറയാനില്ലാതെ പലരും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോഴാണ് EMSൻ്റെയൊക്കെ നേതൃത്വത്തിൽ 1996 ജനകീയാസൂത്രണം, വികേന്ദ്രീകൃത ജനകീയാസൂത്രണം, വികസനത്തിൻ്റെ ഒരു മുദ്രാവാക്യവുമായി കേരളം മുന്നോട്ട് പോയത്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രഭവ കേന്ദ്രം എന്ന് പറയാം, നെർവ് സെൻറ്റർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായ ഗ്രന്ഥപ്പുരകളായിരുന്നു, വായനശാലകളായിരുന്നു, പുസ്തകശാലകളായിരുന്നു. ഈ പ്രവർത്തനങ്ങളെ വിജയത്തിലെത്തിച്ച ചാലകശക്തികൾ കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകരായിരുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 1996 കേരളത്തിൽ
കുടുംബശ്രീ പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഈ 90s തന്നെയാണ്. അതേ കാലഘട്ടം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ എവിടെയെല്ലാം ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി എന്തെല്ലാം കോടിക്കണക്കിന് രൂപ ചിലവാക്കി. പക്ഷേ ഈ ലോകത്തിന് മാതൃകയായി ഇന്ന് ഏതാണ്ട് 914 പഞ്ചായത്തുകളിൽ ഉള്ള ഏതാണ്ട് 43 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കുടുംബശ്രീ ഉണ്ടായത് 1990-ലാണ്. അതേ കാലഘട്ടത്തിൽ വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്നത് ആദ്യത്തെ രാജ്യാന്തര ചലച്ചിത്രോത്സവം കോഴിക്കോട്ട് സംഭവിക്കുന്നത് 1996-ൽ സംഭവിക്കുന്നത് അതേ കാലഘട്ടത്തിൽ തന്നെയാണ്. നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു വരവിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു മോഷൻ പിക്ചർ അക്കാഡമി, ഒരു ചലച്ചിത്ര അക്കാഡമി. യഥാർത്ഥത്തിൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വപ്നമായ ഇത് സംഭവിച്ചത് കേരളത്തിലാണ്. EK നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ TK രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് 1998-ൽ നമുക്ക് ഒരു ചലച്ചിത്ര അക്കാഡമി ഉണ്ടാകുന്നത്. ആ ചലച്ചിത്ര അക്കാഡമിയും കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവും കേരളത്തിലെ ഗ്രന്ഥശാലകളും തമ്മിലുള്ള ഒരു നമുക്ക് ഇഴപിരിക്കാനാകാത്ത ഒരു വലിയ ബന്ധം. അപ്പോൾ ഇത്തരത്തിലൊരു മഹാപ്രസ്ഥാനമായി അക്കാഡമി മാറി ഇന്ന് 27ാമത് രാജ്യാന്തര ചലച്ചിത്രമേള. ആ കാലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വലിയ ഒരു പകിട്ടോടെ ഒരു കെട്ടുകാഴ്ച പോലെ തിരുവനന്തപുരത്ത് 2001 മുതൽ സ്ഥിരം വേദി എന്നുള്ള നിലയിൽ സംഭവിക്കുന്ന ഇവയെല്ലാം കേരളത്തിലെ നമ്മളൊന്ന് നോക്കിയാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഞാൻ പറഞ്ഞത് ഒരു ഇനിഷ്യേറ്റീവ് അങ്ങനെ നമ്മൾ സ്തംഭിച്ച് നിൽക്കുകയല്ല ചെയ്തത്. ആ ഘട്ടത്തിൽ പുതിയ പുതിയ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് നടന്നതുകൊണ്ടാണ് കേരളം ഇപ്പോഴും ഒരു പച്ച തുരുത്തായി നിലനിൽക്കുന്നത്. ഈ വലിയൊരു ജനാധിപത്യത്തിൻ്റെ ഇടമായി കേരളം നിലനിൽക്കുന്നത്. ആ ജനാധിപത്യത്തിൻ്റെ ഒരു ഇടം തന്നെയാണ് നമ്മുടെ ലൈബ്രറികൾ എന്ന് പറയുന്നത്. അവിടെ ഇന്ന് വലിയൊരു മാറ്റത്തിൻ്റെ ഒരു കാലത്ത് സീംലെസ് ആയ ഒരു കണക്ടിവിറ്റി, ഓൺ ഡിമാൻഡ് കണ്ടന്റ് എന്ന് പറയുന്ന കണ്ടന്റ് ഈസ് എ കിങ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് അവനവൻ ആവശ്യമുള്ളത് സെർച്ച് ചെയ്ത് എടുക്കാൻ കഴിയുന്ന, എനിക്ക് വേണ്ടി മാത്രമുള്ളത് ഞാൻ എടുക്കുന്ന തരത്തിലേക്കുള്ള വൈപുല്യം ഒക്കെ നമ്മുടെ കണ്ടന്റിനെ സംബന്ധിച്ച് പറയാൻ കഴിയുമ്പോൾ അത് തിരഞ്ഞുകൊണ്ട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ നമ്മുടെ ലൈബ്രറികളിലേക്ക് തിരിച്ചു നടന്നു കയറുന്ന തരത്തിൽ ഇതിനെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു കഴിവ്, താല്പര്യം അത് നമ്മൾ ഓരോരുത്തരും എടുത്ത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പഴയ നമ്മൾ പറയുന്ന ഒരു ഗ്ലോറിയിലേക്ക് കൊണ്ടുവരാൻ ലൈബ്രറികളെ കേരളത്തിൽ ഈ പറയുന്ന 9000-ലേറെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ലൈബ്രറി കൗൺസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ലൈബ്രറികളെ ചടുലമാക്കി, സജീവമാക്കി, സചേതനമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്ന ഒരു വലിയ ചുവടുവയ്പ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈബ്രറി കോൺഗ്രസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രതിനിധികളായി എത്തിച്ചേർന്ന നിങ്ങളുടെ മുന്നിൽ യഥാർത്ഥത്തിൽ ഒരു പുതിയ ആശയങ്ങൾ, എങ്ങനെ നവ ലൈബ്രറികളെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ 3 എക്സ്പേർട്സിൻ്റെയും ടോക്കിൽ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് 3-4 പ്രസൻറ്റേഷൻസ് കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പറഞ്ഞു നീട്ടുന്നില്ല. ഫൈനലി ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ സംസാരിക്കേണ്ടി വന്നാൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.